ബഹുമാനപ്പെട്ട ഹാരിസ് ബിൻ ഉബൈദ റളിയല്ലാഹു അൻഹു വസ്ത്രവ്യാപാരിയ. അദ്ദേഹത്തിന്റെ കച്ചവടക്കടയില് രണ്ട് സൈസ് സാധനങ്ങളുണ്ട്. ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി, മറ്റൊന്ന് സെക്കൻഡ് ക്വാളിറ്റി. കണ്ടാൽ രണ്ടും ഒരേപോലെ ഇരിക്കും, യാതൊരുവിധ വ്യത്യാസമില്ല. യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് തിരൂർ മാർക്കറ്റിലേക്ക് കിലോമീറ്റർ ഉണ്ട് 10. കേക്കിൻ അള്ളാഹു അവിടുത്തെ സ്ഥാപനങ്ങളിലൊക്കെ ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ അള്ളാഹു ഇതിലൊക്കെ ബറക്കത്ത് നൽകട്ടെ, കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കട്ടെ. പക്ഷേ കച്ചവടക്കാരെ ഓർത്തോളി. എന്താ നിങ്ങൾ വിചാരിച്ച ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് നിക്കാരത്തഴമ്പ് മാത്രമാ? പേരിന്റെ ഇപ്പുറത്തുള്ള അൽഹാജ് മാത്രമാ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? ബഹുമാനപ്പെട്ട യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. സഹോദരനാണ് കടയിലിരുത്തിയിട്ട് പോയത്. ആ സമയത്ത് വിദേശിയായ ഒരു മനുഷ്യൻ കടയിലേക്ക് വന്നു. ആ സമയത്താണ് വിദേശിയായ മനുഷ്യന് വിലയേറിയില്ല. ഫസ്റ്റ് ക്വാളിറ്റിക്ക് 200 ദിർഹമാണ് വില, സെക്കൻഡ് ക്വാളിറ്റിക്ക് 100 ദിർഹമാണ് വില. ഈ മനുഷ്യന് സെക്കൻഡ് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. എത്രയാ വില? 200 ദിർഹമാ. 100 ദിർഹമേ വിലയുള്ളൂ. അയാൾ തൃപ്തിയോടെ 200 ദിർഹം കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് പോയി. യൂനുസ് ഉബൈദ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാ തന്റെ കടയിലെ സാധനം കൊണ്ട് പോകുന്നത് കണ്ടത്. എത്രയാ വില? 200 ദിർഹമാ. യൂനുസ് ഉബൈദ പറഞ്ഞു, ഇല്ല ഇതിന് 100 ദിർഹമേ വിലയുള്ളൂ. വിദേശി പറഞ്ഞ, അല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് 200 ദിർഹം വില മതിക്കാറുണ്ട്. ഇല്ല കടയിലേക്ക് വാ. സഹോദരനോട് പറഞ്ഞു, ഇയാളോട് വാങ്ങിച്ച 100 ദിർഹം തിരിച്ചു കൊടുക്കൂ. അയാളുടെ 100 ദിർഹം തിരിച്ചു കൊടുത്തു. ഇതിന് 100 ദിർഹമേ വിലയുള്ളൂ. ആ കച്ചവടക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. കരുത്തറപ്പൽ മത്സരത്തിന് പകരം പരോപകാര ചൊരപുലർത്തുന്ന കച്ചവടമില്ലേ? ഇസ്ലാമിന്റെ കച്ചവടമില്ലേ? ലോക പ്രശസ്തനായ സഞ്ചാരിയായ മുറാദ് വിൽഫ്രഡ് ഹോഫ്മാൻ ഈജിപ്തിലെ ഇസ്തംബൂളിലെ വജ്രക്കടയിൽ പോയ സംഭവം അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതുന്നുണ്ട്. ഈജിപ്തിലെ ഇസ്തംബൂളിലെ രത്നക്കടയിൽ പോയ മുറാദ് വിൽഫ്രഡ് ഹോഫ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യ രത്നത്തിന് വില ചോദിച്ചു. കടക്കാരൻ പറഞ്ഞത് നല്ല സാധനമല്ല, ഏറ്റവും നല്ല സാധനം തൊട്ടടുത്ത കടയിലുണ്ട്. അദ്ദേഹം വിദേശിയാ. ഈജിപ്തിലെ ആ തുർക്കിയിലെ ഇസ്തംബൂളിലെ കച്ചവടക്കാരൻ തന്റെ കടയടച്ചില്ല. രത്നങ്ങള് ആരെങ്കിലും ഓട്ടിച്ചു കൊണ്ടുപോകുമെന്നുള്ള പേടിയില്ല. മുറാദിന്റെ കൈ പിടിച്ചടുത്ത കടയിൽ പോയി ഏറ്റവും നല്ല സാധനം വാങ്ങിച്ചിട്ട് പോയി. മുറാദ് വിൽഫ്രഡ് ഹോഫ്മാൻ എഴുതി വെക്കുകയാണ്, തിരക്കേറി ഇസ്തംബൂളിന്റെ തിരുവേടിയിൽ സ്വന്തം കട തുറന്നിട്ടിട്ട് ഒരു സാധനം ഓട്ടിക്കുമെന്ന ഭയമില്ലാതെ തന്റെ സാധനം നിലവിലവാരമില്ലെന്ന് പറഞ്ഞ് അടുത്ത കടയിൽ നിന്ന് നല്ല സാധനം വാങ്ങിച്ചു തന്ന ഇസ്ലാമിക ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലെ കച്ചവടം കണ്ട് ഞാൻ അമ്പരന്ന് പോയിട്ട് മുറാദ് ഹോഫ്മാൻ എഴുതുന്നുണ്ട്. അതേപോലെ ഈ പൈസ തിരിച്ചു കൊടുത്തു. അദ്ദേഹം പോയപ്പോ മുറാദ് ബഹുമാനപ്പെട്ട യൂനുസ് ഉബൈദ റളിയല്ലാഹു അൻഹു സഹോദരൻ തമ്മിൽ തർക്കമായി. സഹോദരൻ പറഞ്ഞ്, അയാൾ തൃപ്തിപ്പെട്ടു തന്നതല്ലേ, ഞാൻ പറ്റിച്ചു മേടിച്ചതല്ലല്ലോ, പിന്നെന്തിനാ എന്നെ പരിഹസിച്ചത്? യൂനുസ് ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെ, മത്സ്യക്കച്ചവടം നടത്തുന്നവരെ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ പാഠം വന്ന ആ മനുഷ്യൻ ചോദിച്ചു, സഹോദരാ, 100 ദിർഹമിന്റെ സാധനം 200 ദിർഹമിന് വിറ്റപ്പോ അത് നിനക്ക് തൃപ്തിയായി, വാങ്ങിച്ച ആൾക്കും തൃപ്തിയായി, പക്ഷേ നിന്നെ പടച്ച അല്ലാഹുവിന്റെ തൃപ്തി എന്തേ പരിഗണിച്ചില്ല? 100 ദിർഹമിന്റെ സാധനം 200 ദിർഹമിന് കൊള്ളലാഭത്തിന് വിൽക്കുന്നത് നിന്റെ അല്ലാഹുവിന്റെ തൃപ്തിയാണോ? എന്തേ നീ ചിന്തിച്ചില്ലെന്ന് ബഹുമാനപ്പെട്ട യൂനുസ് ഉബൈദ റളിയല്ലാഹു അൻഹു. നിന്റെ അല്ലാഹുവിന്റെ തൃപ്തി എന്തേ പരിഗണിച്ചില്ല? നിനക്കും തൃപ്തിയാ, മേടിച്ചവനും തൃപ്തിയാ, അല്ലാഹുവിന്റെ തൃപ്തിയാണോ? ആണോ? ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗനെതിരെ ദുആ ചെയ്തില്ലേ? അല്ലാഹുവേ, റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയാ റബ്ബനാ തുമിസ്സല അംവാലിഹിം വസ്തുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനൂ ഹത്താ യറവുൽ അദാബൽ അലീം. അല്ലാഹുവേ, ഫിറൗൻ അഹങ്കരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഫിറൗനിന്റെ സമ്പാദ്യത്തെ നീ നശിപ്പിക്കണേ അല്ലാഹ്.
ആരാ ദുആ ചെയ്യുന്നത്? കരീമുല്ലാഹി മൂസാ നബി. അല്ലാഹ് പറഞ്ഞു കാലക്കത് ഉജീബത് ദഅവതകുമാ. ഓ മൂസാ നബിയെ, നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഫിറൗനെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ സഹോദരങ്ങളെ, മൂസാ നബി ദുആ ചെയ്തിട്ട് വീണ്ടും 40 വർഷം കഴിഞ്ഞിട്ടാണ് ഫിറൗൻ ചത്തത്. മൂസാ നബി ദുആ ചെയ്ത് അല്ലാഹു ഫിറൗനെ നശിപ്പിക്കണേ. അല്ലാഹ് പറഞ്ഞു കാലക്കത് ഉജീബത് ദഅവതകുമാ, സൂറത്ത് യൂനുസ്. മൂസ നിന്റെ ദുആ ഞാൻ സ്വീകരിച്ചെന്ന്. എന്നിട്ട് ഫിറൗൻ ചത്തോ? പിന്നെ 40 വർഷം കഴിഞ്ഞിട്ടാണ് ആര് ചത്തത്? ഫിറൗൻ ചത്തത്. അത് ദുനിയാവിൽ അങ്ങനെയാണ്. ദുനിയാവ് നിഴലാ തേടിയാൽ ഓടുന്നടാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പ്രതിജ്ഞ എടുത്തിട്ട് ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ഈ ദുനിയാ അകല്ലു മിനൽ കലീലി വആസികുഹാ അദല്ലു മിനൽ ദലീലി. റസൂല് മദീനത്തൂടെ നടന്നു പോകുമ്പോ പാതി ചെവി മുറിഞ്ഞു പോയ, 2 കണ്ണും നഷ്ടപ്പെട്ടു പോയ, കാലിന് മുടന്തുള്ള മാലിന് കുളമ്പ് രോഗമുള്ള ഒരു കുതിര ചത്ത് കിടക്കുന്നത് കാണുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സഹാബാ, ഈ ചത്ത് കിടക്കുന്ന കുതിരയുടെ ജഡം 2 ദിർഹമിന് ഞാൻ വിൽക്കുകയാണ്, ആർക്കാണ് ഇത് ആവശ്യമുള്ളത്? ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, നബിയേ, ഈ സാധനം ജീവനുള്ളതാണെങ്കിൽ പോലും 1 ദിർഹം കൊടുത്തിട്ട് ഞങ്ങൾ മേടിക്കില്ല. കാരണം ലക്ഷണമുള്ള കുതിരയെ അറബികൾ വാങ്ങിക്കോ. ഇതിന്റെ ചെവി മുറിക്കപ്പെട്ടതാണ്, ഇതിന് പുള്ളും പാണ്ടുമുള്ളതാണ്, ഇതിന്റെ കാലിന് കുളമ്പുള്ളതാണ്. ഇത് ജീവനുണ്ടെങ്കിൽ തന്നെ 1 ദിർഹമിന് പോലും ഞങ്ങൾ മേടിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബ, ഇതിനേക്കാൾ പൊടുത്തു നാറിയതാണ് ദുനിയാവ്. ആ ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിച്ചോളണേ. ആ ദുനിയാവിന് വേണ്ടി ആഖിറത്തെ നിങ്ങളെ നഷ്ടപ്പെടുത്തരുതേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി ദുനിയാവ് സൂക്ഷിക്കേണ്ടതാണ് നെഞ്ച. പരലോക നന്മയ്ക്കുള്ളതായാൽ മുഞ്ച. ഈ താൽക്കാലിക ദുനിയാവിന് വേണ്ടി, ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ദുനിയാവിന് വേണ്ടി, 6 മാസം പോലും നമ്മളെ കാത്തിരിക്കാത്ത ദുനിയാവിന് വേണ്ടി, മുറ്റത്തെ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മ തന്നെ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയുണ്ട്. അമ്മ വെള്ളമൊടിച്ചിട്ട് വളർത്തുകയാണ് മുറ്റത്തെ തൈമാവ്. ആ തൈമാവിന് പൂവുണ്ടായി, മുറ്റത്തെ തൈമാവിന് പൂവുണ്ടായി. എന്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ അവസ്ഥയുടെ ഇടയിൽ ഈ പറയുന്ന ജനക്കൂട്ടത്തിനോടുള്ള വാക്ക് ആത്മാർത്ഥമാണ്. ഈ നശിച്ചു പോകുന്ന ദുനിയാവിന് വേണ്ടി എന്തിനാ ഹറാം ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്? എല്ലാം ഈ ദുനിയാവിന് വേണ്ടിയല്ലേ? ഈ ദുനിയാവാണെങ്കിലോ നിർമ്മിച്ച ആള് തന്നെ മോശമാന്ന് പറഞ്ഞ സാധനമാണ്. മുറ്റത്തെ തൈമാവ് കൊണ്ടുപോയി നട്ടിട്ട് അമ്മ എന്നും കൊണ്ടുപോയി ആ തൈമാവിന്റെ ചുവട്ടില് വെള്ളമൊടിച്ചു. അങ്ങനെ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മവൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. ആ തൈമാവിന് പൂവുണ്ടായി. 6 മാസം കഴിഞ്ഞാൽ പൂവ് പിന്നെ കായായി മാങ്ങയാവും. താൻ കഷ്ടപ്പെട്ട് വളർത്തിയ മാവ് പൂത്തിട്ട് മാങ്ങ പറിക്കാൻ അമ്മ കാത്തിരുന്നു. ആ സമയത്താണ് വികൃതി കുഞ്ഞുണ്ണികൾ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് മാവിലെ പൂവടിച്ച് താഴെയിട്ടത്. ആ സമയത്താണ് അമ്മ ചോദിച്ചത്, കൺമണിയെ, എന്തിനാണ് നീ അവിവേകം ചെയ്തത്? 6 മാസം കഴിഞ്ഞാൽ ഇതൊരു മാവാകുകയില്ലായിരുന്നോ? ഞാൻ കഷ്ടപ്പെട്ട് നട്ടു നനച്ച ഈ മാവിന്റെ പൂക്കൾ എന്തേ പാതിവടിയിൽ നീ തല്ലിക്കെടുത്തി? സഹോദരങ്ങളെ, വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിലെ മാമ്പഴമാകാൻ 6 മാസമെങ്കിലും വേണം. പക്ഷേ വിടരുന്നതിന് മുമ്പേ പൊലിഞ്ഞുപോയ പൂവുകൾ എത്ര! സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് മുമ്പേ മലന്നുപോയ ജീവിതം എത്ര! സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. എന്റെ പൊന്നുമോനെ, കുതിരപ്പുറത്ത് സവാരി ചെയ്ത രാജാവെവിടെ?
ജീവിതത്തിൽ നന്നാകണോ? അകരാടന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉമർ ഉസ്താദിന്റെ നാട്ടിൽ വാതിന് വരുമ്പോ ഞാൻ അകരാട് ചാവക്കാട് റൂട്ടില് മണത്തലപ്പള്ളിയില് മഗ്രിബ് നിസ്കരിക്കാൻ ഇറങ്ങി. സഹോദരൻ നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോ, നിസ്കാരം കഴിഞ്ഞിട്ട് ചെരുപ്പിട്ടിട്ട് വലതു ഭാഗത്തേക്ക് നോക്കിയപ്പോ വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. പിന്നീട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇടത്തെ കാലില് ചെരുപ്പ് കയറിയത്. മണത്തലപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ വിശാലമായ ഇതുപോലൊരു പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മണൽത്തരയുടെ മുകളിൽ വിശാലമായ മീസാൻ കല്ലിങ്ങനെ നിരന്ന് കിടക്കുകയാ. സന്ധ്യാ വെളിച്ചത്തിൽ ഖബറിന്റെ മുകളിലെ മീസാൻ കല്ലുകൾ, ആയിരക്കണക്കിന് മീസാൻ കല്ലുകൾ നിരന്ന് നിൽക്കുന്നത് കണ്ടപ്പോ ആ സമയത്ത് ഞാൻ ചിന്തിച്ചു പോയി, അല്ലാഹുവേ ഇവരാരാ? ഇന്നലെ കട്ടിലിൽ കിടന്നുറങ്ങിയവരല്ലേ? ഇന്നലത്തെ രാജാക്കന്മാരല്ലേ? ഇവിടത്തെ കോടിപതികളല്ലേ? തൊഴിലാളിയല്ലേ? മുതലാളിയല്ലേ? ഒന്നിച്ചൊരേ പോലെ കിടക്കുന്നത് കണ്ടപ്പോ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയി. സഹോദരങ്ങളെ, അതിന് ജീവിതത്തിന് മാറ്റമുണ്ടാകണോ? ഖബർസ്ഥാന്റെ മുമ്പിലൂടെ ഒന്ന് നടന്നു പോകണം. അല്ലാഹുവേ നാളെ ഞാനും ഇതേപോലെ കിടക്കുന്നവനാന്ന് ഓർക്കണം. എന്നിട്ട് ഈ നശിച്ചുന്ന ദുനിയാവിൽ നിന്ന് ഹറാമിനെ മാറ്റി നിർത്തിയിട്ട് ജീവിക്കണം. അല്ലാഹുവേ നാളെ വെള്ളത്തുണി പൊതിഞ്ഞിട്ട് എന്നെ പൈറ്റിൽ നിന്നെടുക്കുമ്പോ എന്റെ മക്കൾ എന്റെ പുറകിൽ നിന്നിട്ട് പൊട്ടിക്കരയും, ഉപ്പാ ഉപ്പാ ഉപ്പാ, വാ തുറക്ക്, എന്നോട് മറുപടി പറയ്. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഉപ്പാന്റെ കവിളത്ത് മുത്തം കൊടുത്ത് നമ്മുടെ പൊന്നുമക്കള് പൊട്ടിക്കരയുമ്പോ കാത്തിരിക്കുന്ന ഉപ്പയുടെ മുഖത്ത് നോക്കി വിളിക്കുന്നുണ്ട്. പക്ഷേ എന്റെ മക്കളോട് എനിക്ക് പറയണമെന്നുണ്ട്, മക്കളെ ഉപ്പ പോവുകയാണ്, ഇനി കാണില്ലെന്ന്. പക്ഷെ എന്റെ തൊണ്ടക്കുടിയിൽ വെള്ളം തെറ്റിപ്പോയല്ലോ. ഞാനാരാ? അഹങ്കാരമല്ല, ഞാനാരാ? 7.5 മണിക്കൂർ നിർത്താടെ വാത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. വാക്യാത്തിൽ നിന്ന് പഠനം കഴിഞ്ഞിറങ്ങി ആദ്യം ഇടുക്കി ജില്ലയിലെ തൂക്കുപാലത്ത് ഖത്തീബായി. വാതിന് കയറുമ്പോ പുത്തനച്ച് പുരപ്പുറം തൂക്കണ മാതിരി വാത് തുടങ്ങി. പിന്നൊരു ത്രില്ലായി. ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ 10-ാം മൈലിൽ 9.5 മണിക്ക് വാത് തുടങ്ങി. അവസാനം നിർത്തി സലാത്ത് പറഞ്ഞപ്പോ സുബഹിന്റെ ബാങ്ക് വിളിച്ചു. ഒരു വല്ലാത്ത ത്രില്ല്. ഇപ്പോഴല്ലേ 2 ആയത്. വാത് തുടങ്ങിയ കാലത്ത് എന്തൊരു പറച്ചിലാ, ആരെഴുന്നേറ്റ് പോയാലും നിൽക്കൂല. പക്ഷേ സഹോദരങ്ങളെ 15 വർഷമായി വാത് പറയാൻ തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് ഇന്നേ വരെ ഒരു മനുഷ്യ കേട്ടുമടുത്തെന്ന് പറഞ്ഞിറങ്ങിപ്പോയിട്ടില്ല. അല്ലാഹുവേ നീ അത് നിലനിർത്തി തരണേ. അല്ലാഹുവേ നീ അത് നിലനിർത്തി തരണേ. അല്ലാഹുവേ അതിവന്റെ അറിവിന്റെ വലിപ്പമല്ല, ഇവന്റെ ഉസ്താദന്മാരുടെ പൊരുത്തവും എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ദുആയുമാണ്. വേറൊന്നല്ല. ഇവന്റെ അറിവിന്റെ വലിപ്പമല്ല, ഈ ഇരിക്കുന്ന അറിവിങ്ങളുടെ അറിവിന്റെ പകുതിയില്ല. പക്ഷേ പ്രിയപ്പെട്ട ഉസ്താദിന്റെ പൊരുത്തമുണ്ട്, എന്റെ ഉമ്മാന്റെ ഗുരുത്വമുണ്ട്, ദുആയുണ്ട്. 7.5 മണിക്കൂർ വാത് പറഞ്ഞ അഹമ്മദ് കബീറിനെ കെട്ടിപ്പിടിച്ചിട്ടാണ് മക്കൾ പറയുന്നത്, ഉപ്പാ ഉപ്പാ വാ തുറക്കുപ്പാ, ഞങ്ങളുടെ മുഖത്തോട്ടൊന്ന് നോക്കുപ്പാ, എനിക്ക് പറയണമെന്നുണ്ട് മക്കളെ. ഇനി ഉപ്പ സംസാരിക്കില്ല. പക്ഷേ എന്റെ തൊണ്ടക്കുടിയിൽ വെള്ളമില്ലല്ലോ, എനിക്ക് ആ മക്കളോട് പറയാൻ കഴിയുന്നില്ലല്ലോ. എന്റെ ഭാര്യ പറയുന്നുണ്ട്, ശനിയാഴ്ച വീട്ടിൽ നിന്ന് സലാം പറഞ്ഞ് ബുധനാഴ്ച മേലാറ്റൂർ പ്രസംഗം കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ വരുമെന്ന് പറഞ്ഞു പോയവരെ എന്റെ മുമ്പിൽ വെള്ള തുണിയായിട്ട് നീ പൊതിഞ്ഞു കിടക്കുമ്പോ ഇനി നമ്മളെന്താ കണ്ടുമുട്ടുക? എന്നെ ഒറ്റയാക്കിയിട്ട് പോയോന്ന് എന്റെ ഭാര്യ എന്നോട് ചോദിക്കുമ്പോ, പൊന്നുമോളെ നിന്നെ ഒറ്റയാക്കിയിട്ടല്ല, ഞാൻ സ്വർഗത്തിൽ കാത്തിരിക്കും, നിന്നെ അവിടെ കാണാന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പറയാൻ കഴിയുന്നില്ലല്ലോ. കഷ്ടപ്പെട്ട് വളർത്തി പട്ടിണിയും പരിവട്ടവുമായി വളർത്തി ഇന്നീ മകനെ കാണാൻ ആയിരങ്ങൾ നിൽക്കുമ്പോ അത് കണ്ട് കണ്ണീരോടെ ദുആ ചെയ്ത് കാത്തിരിക്കുന്ന എന്റെ ഉമ്മ പറയുന്നുണ്ട്, എന്റെ പൊന്നുമോനെ മയ്യത്തെടുത്ത് സന്തൂക്ക് കട്ടിലിൽ വെച്ചപ്പോ എന്റെ ഉമ്മ പറയുന്നുണ്ട്, മോനെ നീ പോവുകയാണോ കൺമണിയെ? ചെവവിട്ട ഉമ്മയും പൊന്നുമോനെ എന്നെ കൈവിട്ടുപോയോ കാണലെന്നാ നിന്നെ. മയ്യത്ത് കെട്ടിലിന്റെ പുറകിൽ നിന്നിട്ട് ഉമ്മ കരയുകയാണ്. ചെമവിട്ട ഉമ്മയും പൊന്നുമോനെ എന്നെ കൈവിട്ടുപോയോ കാണലെന്നാ നിന്നെ. കൺമണിയെ കൈവിട്ടു പോവുകയാണല്ലോ, നിന്നെ എന്നാ ഇനി കാണുന്നതെന്ന് ചോദിക്കുമ്പോ
ആ സമയത്ത് പറയാൻ കഴിയണം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഉസിനെ ശാദിക്ക് ചൂടേ പകൻകർ സിർഫ് ചുമത്താകെ മേരി കഫൻ ഗോ ഉസീ ദിൻ സെ ജന്നത്ത് കെ ഹൂറേ മുझे दूल्हा बनाए हुए थे. ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉണ്ടായിരുന്നു. അവരുടെ വിവാഹത്തിന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. ആ ഭാര്യ ഭർത്താവ് കൊടുത്ത പട്ടുസാരി കൊടുത്ത് അടുത്ത വീട്ടിലെ കല്യാണത്തിന് പോയി. കല്യാണ വീട്ടിൽ അടിച്ചു പൊളിക്കുമ്പോഴാണ് ഒരാൾ ഓടി വന്ന് പറഞ്ഞത്, പെണ്ണേ നിന്റെ ഭർത്താവ് മരിച്ചുപോയി പെണ്ണേ. ഓടിപ്പിടിച്ച് പട്ടുസാരി മുടുത്തോടി വരുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിശ്ചേട്ടനായി കിടക്കുകയാണ് ഭർത്താവ്, 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തിന്റെ വീട്ടിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവനെ എന്നെ ഒറ്റയാക്കി പോവുകയാണോ എന്ന് വിളിച്ചു പൊട്ടിക്കരയുമ്പോ ആ സമയത്ത് മയ്യത്തെടുക്കാൻ സമയമായി. ഭാര്യ പറഞ്ഞു, കൊണ്ടുപോകല്ലേ, എന്റെ ഭർത്താവിന് ഞാൻ അവസാനത്തെ ഒരു ചുടുചുംബനം കൂടി കൊടുത്തുകൊള്ളട്ടെയോ. ആ സമയത്ത് കെട്ടിപ്പിടിച്ച ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു ഭാര്യ മുത്തം കൊടുക്കുകയാണ്. എല്ലാ മരണ വീട്ടിലും കാണുന്ന കാഴ്ച, കെട്ടിപ്പിടിച്ച ഭാര്യ കട്ട മുത്തം കൊടുക്കുകയാണ്. കെട്ടി 3 കെട്ടും മുറുക്കി കെട്ടി, 6 കാല് കട്ടിലില് നിന്നെയും കെട്ടി. ഭാര്യ മക്കളോട് പോലും വീടയും ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, പരലോകത്തേക്കുള്ള യാത്ര, തിരക്കൊന്നുമില്ലാത്ത യാത്ര, തിരികെ വരാത്തൊരു യാത്ര. ഒരു തിരക്കുമില്ലാതെ നമ്മൾ കിടക്കുന്ന ദിവസം നിസ്കരിക്കട, തിരക്കാണ് ഉസ്താദേ. വാതിന് വേണ, തിരക്കാണ് ഉസ്താദേ. അഹമ്മദ് കബീർ ഒടുക്കത്തെ തിരക്ക്. ബുക്ക് ചെയ്യാൻ വന്നവരോട് പറഞ്ഞു, അടുത്ത വർഷമേ ഡേറ്റുള്ളൂ, തിരക്കാണ്. കാരണം എന്താ? അഹമ്മദ് കബീറിന്റെ നാക്കിനിപ്പ് ഇത്തിരി ബലമുണ്ട് സഹോദരങ്ങൾ, അതിന്റെ തിരക്കാണിത്. അഹമ്മദ് കബീറിന്റെ നാക്കിന്റെ പൊളപ്പ് അവസാനിക്കും, വീടിന്റെ ഉമ്മറപ്പടിയിലെ നിരത്തി കിടത്തും. അന്ന് അഹമ്മദ് കബീർ വാക്കവിക്ക് തിരക്കില്ല. അടുത്ത് നിൽക്കുന്ന മക്കൾക്കും വീട്ടുകാർക്കുമാണ്, കൂട്ടുകാർക്കുമാണ് തിരക്ക്. കുടി തീരാറായോ? ലോഹറിന് മുമ്പേ അടക്കണ്ടേ, അസർ നിസ്കാരത്തിന് മുമ്പേ അടക്കണ്ടേ. താമസിച്ചാല് കാര്യം എങ്ങനെയാ? തിരക്കാർക്കാ, കൂടെ നിൽക്കുന്നവർക്കാ. ഭാര്യ ചുംബനം നൽകുന്നു, പോവുകയാണോ? നെഞ്ചിൽ കൈവച്ചിട്ട് തീരുമാനിക്ക്. ആ സമയത്ത് മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ റൂഹ് പറയുന്നതാവി കവി പറയുകയാണ്, ഉസിനെ ശാദിക്ക് ചൂടേ പകൻകർ സിർഫ് ചുമാത്താകെ മേരി കഫൻ ഗോ. ഞാൻ കഴിഞ്ഞ വർഷം ഇവക്ക് കൊടുത്ത പട്ടുസാരിയും എടുത്തിട്ട് അവളെന്റെ മുഖത്ത് ചുംബനം നൽകുകയാണ്. മണ്ടിപ്പെണ്ണേ, നിന്റെ ചുംബനം എനിക്ക് വേണ്ട. ഇത്രയും നാളും നിന്റെ ഒരു ചുംബനത്തിന് ഞാൻ കാത്തു നിന്നിട്ടുണ്ട് മണിയറയിൽ, പട്ടുമത്തയിൽ. പക്ഷേ ഉസീ ദിൻ സെ ജന്നത്ത് കെ ഹൂറേ മുझे दूल्हा बनाए हुए थे. ഞാൻ മരിച്ചത് മുതൽ സ്വർഗത്തിലെ ഹൂറിലീങ്ങൾ എനിക്ക് ചുംബനം തരാ കാത്തു നിൽക്കുമ്പോ, ദുനിയാവിലെ പെണ്ണേ നിന്റെ ചുംബനം എനിക്കിനി വേണ്ട. ഇവിടെ കാത്തു കിടന്നത് വേണ്ടെന്ന് പറയാൻ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കണ്ടേ, അങ്ങനെ പറയാൻ കഴിയണ്ടേ? അതിനെന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും സംസാരിക്കാം. അല്ലാഹ് ആയുസ് തന്നാൽ, അല്ലാഹ് ആഫിയത്ത് തന്നാൽ. ലക്ഷ്യം മറക്കരുത്, ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകരുത്. പൊന്നു ചെറുപ്പക്കാരാ, പൊന്നു സഹോദരിമാരെ, ഈ ദുനിയാവിലെ ജീവിതം നശ്വരമാണെന്നോർത്ത് അനശ്വരമായ ജീവിതത്തിന് വേണ്ടി നടന്നു പോവുക. മനോഹരം മനോവനം ഇരുണ്ട ഗാത്രമെങ്കിലും എനിക്ക് തീർക്കുവാൻ അനേകമാമക പ്രതിജ്ഞകൾ. അനക്കമറ്റു നിദ്രയില്ല ഇപ്പതിനു മുമ്പതായി, എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. അനക്കമറ്റ് കിടക്കുന്നതിന് മുമ്പ് എനിക്കിനിയും സഞ്ചരിക്കാനേറെയുണ്ട്. നമ്മൾ ആദ്യം തുടങ്ങിയ സഞ്ചാരം നിന്നതേയുള്ളൂ. ജവഹർലാൽ നെഹ്റുവിന്റെ മേശപ്പുറത്തെഴുതിയ റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിതയാണിത്. അനക്കമറ്റ് നിദ്രയില്ല ഇപ്പതിനു മുമ്പതായി, എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം